ഇത്രയധികം ബോംബുകൾ പൊട്ടിച്ചിട്ടും ഫീൽഡ് ഔട്ട് ആവാത്ത ഒരേ ഒരു നടൻ മലയാളത്തിൻ്റെ ഓപ്പൺഹൈമർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മലയാളത്തിലെ തന്നെ ഒരു ലെജൻഡായിട്ടുള്ള ശ്രീനിവാസൻ്റെ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ. സോ ബേസിക്കലി പുള്ളി ഒരു നെപ്പോക്കിട്ടാണ്. 2013 പുള്ളിയുടെ ചേട്ടൻ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത തിര എന്ന പടത്തിലൂടെയാണ് മലയാള സിനിമയിലേക്കുള്ള ധ്യാനിൻ്റെ എൻട്രി. പിന്നീട് 2015 ബേസിൽ ജോസഫിൻ്റെ ഡെബ്യൂ ഡയറക്ഷനായ കുഞ്ഞിരാമായണത്തിൽ ഒരു കിഡിനെ റോള് ചെയ്തു. അതേ വർഷം തന്നെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസ് കോമഡി പടമായ അടികപ്പിയാരെ കൂട്ടമണിയിലൂടെ പുള്ളിയുടേതായിട്ടുള്ളൊരു സ്ഥാനം പുള്ളി മലയാള സിനിമയെ ഉറപ്പിച്ചു. ഇത്രയും റിവ്യൂ വാല്യൂ ഉള്ള ധ്യാൻ ശ്രീനിവാസൻ്റെ വേറൊരു പടം പിന്നീട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം 2016 മുത്തുകൗ എന്ന പടത്തിലൊരു ചെറിയ ക്യാമിയോ റോളും ഒരേ മുഖം എന്ന പടത്തിൽ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്തു. പിന്നീട് 2017 പുള്ളി ആദ്യമായി തിരക്കഥ എഴുതിയ ഗൂഢാലോചന എന്ന പടം ഒരു ആവറേജ് റെസ്പോൺസാണ് നേടിയെടുത്തത്. പിന്നീട് 2019 നിവിൻ പോളിയെ വെച്ച് ലവ് ആക്ഷൻ ഡ്രാമ ഡയറക്റ്റ് ചെയ്തു. പടത്തിലെ കോമഡിയൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പടം ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ബോംബുകളുടെ മഴയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ബാക്ക് ടു ബാക്ക് ബോംബുകൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ബോംബുകൾ പൊട്ടിച്ച മറ്റൊരു നടനുണ്ടോ എന്നത് സംശയമാണ്. ഇതിനിടയിൽ ഇറങ്ങിയ ഉടൽ എന്ന പടം അത്യാവശ്യമൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയൊരു പടമാണ്. പിന്നീട് ഇറങ്ങിയ 10-12 പടവും മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി. പക്ഷേ മലയാളികൾ ധ്യാൻ ശ്രീനിവാസനെ മറന്നില്ല. പുള്ളിയുടെ ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിക്കായതോടെ പുള്ളിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർ എന്തൊരു പേര് കിട്ടി. ഈവൻ നമ്മൾ ഗൂഗിളിൽ ധ്യാൻ ശ്രീനിവാസനെന്ന് വെറുതെ സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയയിൽ വരെ പറയുന്നത് ഇൻ്റർവ്യൂ സ്റ്റാർ എന്നാണ്. പുള്ളിയുടെ പടങ്ങളെല്ലാം പൊട്ടിയാലും ഇൻ്റർവ്യൂസ് എല്ലാം വൺ ഹിറ്റായിരുന്നു. പുള്ളി ഇൻ്റർവ്യൂസിലെല്ലാം പറയുന്നത് പുള്ളിയുടെ പടം പൊട്ടുന്നത് ആൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഈവൻ പുള്ളി പറയുന്നത് പുള്ളി ഓൾറെഡി പടം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഈ പടം സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പുള്ളി അഭിനയിക്കുന്നതെന്ന്. 2024 10-12 പടം പുള്ളി ഇറക്കിയിട്ട് ആകെ ഒരു ഹിറ്റ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷത്തിനാണ്. പടം തിയേറ്റർ ഹിറ്റായിരുന്നെങ്കിൽ പോലും OTTയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ട്രോളും ഒരുപാട് കളിയാക്കലും കിട്ടിയൊരു പടമായിരുന്നത്. പടത്തിൻ്റെ പേര് പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഹിറ്റ് കിട്ടുന്നത്. ഇത്രയും പടം പൊട്ടിയിട്ട് എങ്ങനെയാണ് പുള്ളി ഇൻഡസ്ട്രിയിൽ തുടരുന്നത് എന്നത് ഓഡിയൻസിനുള്ള വലിയൊരു ഡൗട്ടാണ്. അതിന് പുള്ളി പറഞ്ഞ മറുപടി ഇതാണ്. ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെന്നും വെറുപ്പിക്കാതിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഒരു അടിപൊളി മനുഷ്യനാണ്. ഇത്തരം പടങ്ങൾ പൊട്ടിയിട്ടും മലയാളികൾ പുള്ളിയെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളതിന് ഒരു കാരണമേ ഉള്ളൂ, പുള്ളിയുടെ ഇൻ്റർവ്യൂസാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ പടം കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇൻ്റർവ്യൂസ് കാണാനാണ്. ഈ വർഷം അതായത് 2025 ആപ് കൈസേ ഹോ എന്നൊരു പടത്തിന് പുള്ളി തിരക്കഥ എഴുതി അതിൽ പുള്ളിയുടെ അച്ഛനും അഭിനയിച്ചു. പതിവ് പോലെ തന്നെ അതും ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപേട്ടൻ്റെ പടത്തിൽ ദിലീപേട്ടൻ്റെ അനിയനായിട്ടൊരു റോൾ പുള്ളി ചെയ്തിരുന്നു. ആ പടം കറണ്ട്ലി സക്സസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് ഇതാണ്. ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി. സാധാരണ എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്ത അത്ഭുതമാണ്. ധ്യാൻ ശ്രീനിവാസൻ തന്നെ കരിയറിലെ മോസ്റ്റ് അവൈറ്റഡ് പടമായ ഡിറ്റക്റ്റീവ് വിജിലൻ കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. പടത്തിന് നിലവിൽ പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. ധ്യാൻ ശ്രീനിവാസൻ്റെ മറ്റുള്ള പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച അഭിപ്രായമാണ് പടത്തിന് ലഭിക്കുന്നത്. പടത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി അവർ പറഞ്ഞത് ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാണ്. അവർ പറയും പോലെ ഇനി അങ്ങോട്ട് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു 2.0 വേർഷൻ തന്നെ ആയിരിക്കട്ടെ. ഇനി അങ്ങോട്ട് പുള്ളിക്ക് നല്ല നല്ല പടങ്ങൾ കിട്ടട്ടെ, പുള്ളി നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ, അതൊക്കെ നമുക്കും കാണാൻ പറ്റട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഓക്കെ ബൈ.